റഹീം ഇതാ പയറ് നുള്ളിക്കൊണ്ടിരിക്കുകയാണ്. മുസ്തഫ അവിടെ പയറ് നുള്ളുന്നുണ്ട്. കർണാടകയിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്ത് മുസ്തഫയുടെ ഫാമിലാണ് നമ്മളുള്ളത്. മുസ്തഫ ബ്രോ, ഇവിടെ നമ്മൾ സംഭവം കണ്ട് അടുത്തടുത്ത് ഏരിയ എടുത്തിക്കണേ. എന്നാൽ പയറ് നന്നായിട്ട് കായ്ച്ചിട്ട് മുകളിലേക്ക് എത്തും ചെയ്തിന്. ഇപ്പുറത്ത് പാഷൻ ഫ്രൂട്ട് കയറി വരും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇതിന്റെ സീക്രട്ട്? അത് 3 മാസത്തേക്ക് നമുക്ക് ഇടവളായിട്ട് പയർ ചെയ്ത് കൊടുക്കാം. പയർ എന്നല്ല, അങ്ങനെ എന്ത് പച്ചക്കറി കൃഷി ആണെങ്കിലും 3 മാസത്തേക്കുള്ള ഇടവള. അപ്പോൾ ഇതിപ്പോ ഫ്രാഷൻ ബൂട്ടിന്റെ ഉള്ളില് പയർ നട്ടിട്ടുണ്ട്, ബീൻസ് നട്ടിട്ടുണ്ട്, തക്കാളി നട്ടിട്ടുണ്ട്, ബീട്രൂട്ട് നട്ടിട്ടുണ്ട്, ക്യാബേജ് നട്ടിട്ടുണ്ട്. സാധനങ്ങൾ ഇത് കയറി വരാൻ, വള്ളി കയറി വരാൻ എത്ര മാസം? 3 മാസം പിടിക്കും. അപ്പൊ ഇത് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാലാവധി കഴിയും. അപ്പൊ ഇത് വെട്ടി ഒഴിവാക്കിയിട്ട് പന്തലിലേക്ക്. ഇപ്പൊ പന്തൽ ഫുൾ ഓൾറെഡി ഇട്ട് വെച്ചു. വള്ളി അപ്പത്തേക്ക് ഏകദേശം ഒരാളെ ഹൈറ്റിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇത് മൊത്തം കൊണ്ട് മൂടി കഴിഞ്ഞിട്ട് ഈ രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ അടിയിൽ ഇടവേള നടക്കൂലല്ലോ അല്ലേ? അവർ 3 മാസം അല്ല 4 മാസത്തേക്കുള്ള ഈ ഒരു പയറു ഇടവേള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് കൊണ്ടെടുക്കാനുള്ള ഒരു എക്സ്പെൻസ് അതിന് കിട്ടാനുള്ള സാധ്യത ഉണ്ടാ? ഏകദേശം ചിലപ്പോൾ വില ഉണ്ടാക്കി കിട്ടും. വില ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇത് ഫ്രാഷൻ ഫുഡിലേക്ക് നമ്മൾ നോക്കി നിൽക്കേ വേണ്ട. ഫ്രാഷൻ ഫുഡിലേക്ക് നോക്കണ്ട. നമ്മൾ നോക്കുന്നത് ഫുൾ ആയിട്ട് പയറോ അല്ലെങ്കിൽ ബീൻസ്, ഇതിന് ഇടപെടലേക്കായിരിക്കും നമ്മൾ നോക്കുക. അപ്പൊ ഇത് അറിയാതെ വളരും. ഓക്കെ, അപ്പൊ അത് വരെയുള്ളതൊന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ്ട. അത് മറ്റേത് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ നോക്കിക്കുമ്പോ നമുക്കൊരു ഇടങ്ങാറാ. വേറെ വരുമാനം ഒന്നുമില്ല ആയി വരുന്നവരെ. അപ്പൊ ഇതിന്നൊരു വരുമാനം കിട്ടുമ്പോത്തിന് ഇവിടുന്ന് ചെറിയ വരുമാനം കിട്ടും ചെയ്യും. നോക്കുന്ന ഫുള്ള് പയറോ അല്ലെങ്കിൽ ഇടവള കൃഷി ഏതാ അതാണ് നോക്കുക. അത് ഇതിന്റെ കാലാവധി കഴിയുമ്പോഴത്തേക്കും അറിയാതെ തന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട് പച്ചക്കറിയൊക്കെ മാർക്കറ്റ്? എങ്ങനെയുണ്ട് പയറൊക്കെ? പയറൊക്കെ ടോപ്പ് റേറ്റ് ആണ്. പയറിനാണെങ്കിൽ ഇപ്പോ ഈ വിഷൊക്കെ പ്രമാണിച്ചിട്ട് 65 റുപ്യക്കൊക്കെയാണ് ഇവിടെ തന്നെ സാധനം കയറി പോകുന്നത്. തോട്ടത്തിൽ നിന്ന് 65 റുപ്യ കയറി പോകണ്ടല്ലേ? പിന്നെ ബീംസ് ആണെങ്കിൽ 60-65. ബീംസിന്റെ അതേ റേറ്റ് തന്നെയാണ്. അപ്പൊ നമ്മള് സീസൺ നോക്കിയിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ സീസൺ നോക്കിയിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ അപ്പൊ ബെസ്റ്റ് ആണ് അല്ലേ? ഈ അങ്ങനെ തന്നെ ചെയ്യല്. സീസൺ നോക്കാതെ കൃഷി ചെയ്യുന്നവർക്കാണ് അബദ്ധം പറ്റില്ല അല്ലേ? നമ്മൾ ഓൾറെഡി ഇതിന്റെ പന്തൽ എന്തായാലും ഉള്ളു. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഫയറിലേക്കാണ്ട് ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പന്തൽമ കണ്ട് കയറ്റി കൊടുത്താൽ മതി. ഇത് എക്സ്ട്രാ പിന്നെ ചെലവ് കാര്യമായിട്ട് വരുന്നില്ല. പന്തലിനുള്ള വള്ളിക്ക് കയറ്റിയുള്ള ചെലവില്ലല്ലോ അല്ലേ? ചെലവില്ല, ചെലവ് കുറയും. കാരണം നമ്മൾ എന്തായാലും റേഷൻ ബോട്ടിന് പന്തലിടണം. അപ്പൊ അതിന്റെ ആ പന്തൽ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പന്തല് മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കമ്പി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാഷൻ ഫ്രൂട്ട് ഒരു 3 കൊല്ലം 4 കൊല്ലം എത്ര കൊല്ലം? 3-4 കൊല്ലമൊക്കെ കിട്ടണം. അപ്പൊ അതുകൊണ്ട് സ്ട്രോങ് തന്നെ, എക്സ്പെൻസ് ആയിട്ട് തന്നെ സ്ട്രോങ് തന്നെ കൊടുക്കാം. നമ്മൾ കയറും കയർ എവിടെ ഇല്ല, ഫുള്ള് ചാറ്റിന്റെ കമ്പി മാത്രം ഉപയോഗിക്കും. കമ്പി ഉപയോഗിച്ചിട്ടല്ലേ? ടാറ്റ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് തുരുമ്പ് ടാറ്റ ഇതെടുക്കും. ഇങ്ങനെ മൂപ്പുള്ളത് പറക്കിയത് അത് ഒഴിവാക്കി അവിടെ തന്നെ വെക്കും. അപ്പൊ പക്ഷികളെ കൊത്തിയതൊന്നും ബാക്കിയുള്ളവരുടെ ഉണങ്ങിയിട്ടാണ് മൂപ്പുള്ളത് പറ്റും. നമുക്കത് സാമ്പാറിലേക്ക് ഉപയോഗിക്കാം. അല്ലാണ്ട് തൊലി പൊളിച്ചിട്ട് അതിന്റെ കുരില്ല അങ്ങനെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാതെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് മറ്റു വീഡിയോയിൽ കാണാം. ബൈ.